ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസിലാണെങ്കിലും അതിനുശേഷം ഖാലിദ് റഹ്മാൻ പിടിയിലാകുന്നു, സംവിധായകൻ അങ്ങനെ പിടിയിലാകുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഈ കഞ്ചാവ് എത്തിക്കുന്ന, ലഹരി എത്തിക്കുന്ന ആളുകൾ, ഇതിൻ്റെ മൊത്തക്കച്ചവടക്കാരും ഇടനിലക്കാരും ഒക്കെ പിടിയിലാകുന്നുണ്ട്. അവരുടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരുമായി ഫോൺ ബന്ധമുള്ള സാമ്പത്തിക ഇടപാടുള്ള ആളുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഈ കേസിലും അങ്ങനെ തന്നെ ഒരുപക്ഷെ ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ആരെ എന്ന് അവർക്ക് ഇനി കൂടുതൽ ഇതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്വാധീനമുള്ള മനുഷ്യരുടെ ഇടയിലൊക്കെ ഈ കച്ചവടവും ഇടപാടും ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താനുള്ള സഹായം കൂടിയാണ് ഇത്തരം ഇടപെടലുകൾ, അല്ലേ? അതാണ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 5 ഗ്രാം കഞ്ചാവ് പിടിച്ച കേസാണ്. സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിൽ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോകുകയും ഇവർക്ക് ആരാണ് ഈ കഞ്ചാവ് നൽകിയതെന്ന് മനസ്സിലാക്കി ആ നെക്സസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ ഒരു ഗുരുതര സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ പോലീസിനും എക്സൈസിനും ഒക്കെ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോകുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പിടികൂടി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ അന്വേഷണം അവസാനിപ്പിക്കുന്നതാണ് രീതിയെങ്കിൽ സമീപകാലത്തെ പശ്ചാത്തലത്തിൽ, അതായത് ലഹരി ഉപയോഗം സിനിമാ മേഖലകളിലും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. ഇതിന്റെ മറ്റ് തട്ടുകളിലേക്ക് പോയി വിപുലമായ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അത് തന്നെ ഈ കേസിലും സ്വീകരിക്കും. ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് ആ നടപടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച അന്വേഷണ സംഘം പോകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ആരാണ് നൽകിയത് എന്നുള്ളതിന്റെ പ്രാഥമികമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ആ പേരുകൾ ഇപ്പോൾ പുറത്തുവിടുന്നതിൽ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ആ പേര് പുറത്തുവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നേരെ അവരിലേക്ക് പോയി അവരിൽ നിന്ന് അടുത്ത കണ്ണികളിലേക്ക് പോകാം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഇതൊരു 5 ഗ്രാം കഞ്ചാവ് എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും പോലീസും ഒക്കെ ഉള്ളത്. അതെന്തായാലും ഉണ്ടാകും. അടുത്ത കണ്ണി ആര് എന്നുള്ളതിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അയാളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. വിഷ്ണു മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5-6 മാസത്തിനിടയിൽ വലിയ ജനപിന്തുണയാണ്. പലയിടത്തും പരിപാടി നടക്കുമ്പോൾ വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് ആളും ബഹളമാവുന്നു. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടന്ന പരിപാടി ഇടയ്ക്ക് വെച്ച് പോലീസ് നിർത്തിവെപ്പിക്കുന്നു. അത്തരത്തിൽ വേടന്റെ മൂർച്ചയുള്ള വാക്കുകൾക്ക് വലിയ പിന്തുണ അല്ലെങ്കിൽ സ്വീകാര്യത ലഭിച്ചതാണ്. പക്ഷേ അതിന് പിന്നിൽ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും സമൂഹത്തിൽ സ്വാധീനശേഷിയുള്ള ആളുകളാണ് ഈ കലാകാരന്മാർ, നടന്മാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗായകർ, സംവിധായകരൊക്കെ, അല്ലെങ്കിൽ ആളുകൾ, കൊച്ചുകുട്ടികളടക്കം ഇവരെയൊക്കെ മാതൃകയാക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടെ ഒരു സംശുദ്ധി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത്തരം ലഹരിയോട് അകന്നു നിൽക്കാൻ ബാധ്യസ്ഥരായവരാണ്. പൊതുവേദിയിൽ വേടൻ ലഹരിക്കെതിരെ പറയുന്നു. പക്ഷേ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിക്കുമ്പോൾ അതൊരു വലിയ മാനക്കേടായി മാറുകയാണ് മലയാള സംഗീത ലോകത്തിനാകെ തന്നെ. വേടനൊരു വിപ്ലവമായിരുന്നു. അതായത് ഒരു ചെറുപ്പക്കാരൻ വരുന്ന ഇടങ്ങളിലെല്ലാം അയാളുടെ പരിപാടി കാണാൻ ജനലക്ഷങ്ങൾ എത്തുകയാണ്. അതായത് അവിടെ എഴുന്നു, എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ ദേശത്തു നിന്ന് ആളുകൾ വന്ന് ഇയാളുടെ പരിപാടികൾ കാണുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് ഒരു റാപ്പർക്ക്, അല്ലെങ്കിൽ റാപ്പ് സംസ്കാരം കേരളത്തിൽ ഉടലെടുത്ത ശേഷം ഒരു ചെറുപ്പക്കാരന് ഇത്രയേറെ പിന്തുണ ലഭിക്കുന്നത് നമ്മൾ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. വേടന് ലഭിക്കുന്നത്രയുള്ള പിന്തുണ മറ്റാർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അയാളുടെ മൂർച്ചയുള്ള വാക്കും അയാളുടെ രാഷ്ട്രീയവും അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഒക്കെയാണ്. വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് ഒറ്റക്ക് വഴിവെട്ടി വന്നൊരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പാട്ടുകളും അതും എക്കാലത്തും ചർച്ച ചെയ്യപ്പെടും. അയാളുടെ രാഷ്ട്രീയവും അതെല്ലാം എക്കാലത്തും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അത്തരത്തിലൊരാളുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി ആളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉണ്ടാകുമ്പോൾ അത് കടുത്ത നിരാശ ആളുകൾക്കിടയിൽ ഉണ്ടാകും. വേൾഡിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കിടയിലൊക്കെ ഉണ്ടാകും. കാരണം അയാൾ ഓരോ വേദിയിലും ഇത്തരത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ എക്കാലത്തും ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ വേദികളിലൊക്കെ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കെതിരെയാണ്, അയാൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ഈ 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് എന്നുള്ളത് ദൌർഭാഗ്യകരമായ കാര്യമാണ്, നിരാശാജനകമായ കാര്യമാണ്. അത്തരം ആളുകൾ, ഒരുപക്ഷെ ഈ സെലിബ്രിറ്റി സ്റ്റാർഡം ഒക്കെ ഉള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അല്ലെങ്കിൽ അതിനെതിരെ പോരാടണം എന്നൊക്കെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരും അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തുന്നതിനിടയിലാണ് വേടന്റെ ഈ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. അത് എന്തൊക്കെ പറഞ്ഞാലും
എത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്, അതൊരു ക്രൈം തന്നെയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ വേടൻ നേരിടേണ്ടി വരും. ഉറപ്പായും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. കാരണം അത്തരം ആശയങ്ങളാണ് അയാൾ മുന്നോട്ട് അയാളുടെ പാട്ട് കേൾക്കാൻ വരുന്ന ആളുകൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തെറ്റുതിരുത്തൽ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. വേടനിൽ നിന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനപ്പുറത്താണ് നിയമ നടപടികൾ, അതെന്തായാലും നേരിടേണ്ടി വരും. അത് ശക്തമായി തന്നെ പോലീസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകും. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഈ വേടനൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. ആരൊക്കെയാണ് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ളവരുടെ പട്ടിക തിരിച്ച് അതുമായി ബന്ധപ്പെട്ട് അവർ ആരുടെ എല്ലാം പക്കൽ നിന്ന് കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വേടനും അതോടൊപ്പം തന്നെ ഈ 9 പേരും ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. അവരെ താഴേക്ക് ഇറക്കിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത പോലീസ് സംഘം എത്തുമ്പോഴായിരിക്കും അവരെ താഴേക്ക് ഇറക്കുക. മെഡിക്കൽ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. വലിയ പോലീസ് സന്നാഹം 9 പേരുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സന്നാഹം എത്താനുള്ള സാധ്യതയും നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. കണിയാമ്പുഴക്ക് സമീപമുള്ള ഫ്ളാറ്റിലാണ് വേടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസിക്കുന്നത്. ഇവിടെയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് വേടൻ പ്രോഗ്രാം കഴിഞ്ഞ് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു വേടൻ ഇവിടെ ഇത്തരത്തിൽ സ്ഥിരമായി ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നൊരു വിവരം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് 1:20 പോലീസ് ഈ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തുകയും വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടികൂടുകയും ചെയ്തത്. വേടൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. താൻ ഇത്തരത്തിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മൊഴി പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കുന്നതിന് വേണ്ട. അതുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സോഴ്സിലേക്ക് പോകുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള അടുത്ത നടപടി. ഗോകുൽ.